അട്ടപ്പാടി മുള്ളി തമിഴ്നാട് അതിർത്തിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ 3 പേർ മരിച്ചു. തമിഴ്നാട് നീലഗിരി സ്വദേശികളാണ് മരിച്ചത്. മൃതദേഹങ്ങൾ മുകളിലേക്ക് കയറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് കൂടി ചേരുന്നു. സന്തോഷ്, എപ്പോഴായിരുന്നു ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്? ഈ ഇവിടെ സ്ഥലം കാണാനായി എത്തിയ ആളുകളായിരുന്നോ? ഈ മൃതദേഹം അടക്കം മുകളിലേക്ക് കയറ്റാനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ഉമ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയാണ് സംഭവം. അട്ടപ്പാടിയില് തമിഴ്നാട് അതിർത്തിയിലാണ്, കേരള അതിർത്തിയിലല്ല, തമിഴ്നാട് അതിർത്തിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുള്ളി ഭാഗത്താണ്. അതായത് കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. അത് ആദ്യമൊന്നും തിരിച്ചറിഞ്ഞില്ല. പിന്നീട് പലരും ഈ മറിയുന്നത് കണ്ട് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് തമിഴ്നാട് പോലീസ് സ്ഥലത്തെത്തി 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. അവരെ ഇപ്പോൾ മുകളിലേക്ക് കയറ്റാനുള്ള നടപടികൾ പുരോഗമിക്കാൻ 2 പേരുടെ മൃതദേഹം മുകളിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം നല്ല താഴ്ചയിലാണ് കിടക്കുന്നത്. ഒരാളുടെ കൂടി മൃതദേഹം മുകളിലേക്ക് എത്തിക്കണം. ആദ്യം കേരളത്തിലേക്ക് എത്തിയ വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത് എന്ന രീതിയിൽ വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ ഇല്ല, കേരളത്തിലേക്ക് വന്നതല്ല, അട്ടപ്പാടിയിലേക്കും വന്നതല്ല. അവർ നീലഗിരി ജില്ലയിലുള്ളവർ തന്നെയാണ്, അതിനടുത്തുള്ളവർ തന്നെയാണ്. അവിടെയുള്ള ബന്ധുക്കളെ കണ്ട് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഡ്രൈവർ 54 വയസ്സായ രാജ്കണ്ണൻ, അയാൾ മരിച്ചിട്ടുണ്ട്. അയാളെയും കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹവും നീലഗിരി ജില്ലക്കാരൻ തന്നെയാണ്. അതായത് നമ്മുടെ അട്ടപ്പാടി അതിർത്തി തന്നെയാണ് എന്ന് പറയാൻ കഴിയും. മറ്റൊരു 70 വയസ്സുള്ള ഒരാളാണ് TD ഭോജൻ. കൂടാതെ 55 വയസ്സുള്ള ഒരു സ്ത്രീയും മരണത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇവർ ബന്ധു വീട് സന്ദർശിച്ച് മടങ്ങി പോകുമ്പോഴാണ് അപകടം. എന്തുകൊണ്ട് അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഈ വാഹനത്തിന് നിയന്ത്രണം തെറ്റിയതായിരിക്കാനാണ് സാധ്യത. എന്തായാലും അക്കാര്യമൊക്കെ തമിഴ്നാട് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഉമ.